നമസ്കാരം. പ്രധാന വാർത്തകൾ. ധന്യ കുഴൽപ്പണ സംഘം വഴിയും പണം കൈമാറി. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ 20 കോടി തട്ടിയ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ പ്രതിയായ ധന്യ മോഹൻ 8 അക്കൗണ്ടിലേക്കാണ് പണം മാറ്റിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ധന്യയുടെ 4 വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും പോലീസ് പരിശോധിച്ചു. ഭർത്താവിന്റെ NRI അക്കൗണ്ടുകളിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയെന്നും പോലീസ് സംശയിക്കുന്നു. ധന്യ മോഹന്റെ പേരിൽ മാത്രം 5 അക്കൗണ്ടുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി. ധന്യയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും. വ്യാജരേഖ ചമച്ച് വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റിയായിരുന്നു തുക തട്ടിയതെന്നും പോലീസ് കണ്ടെത്തി. അതേസമയം ധന്യയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ധന്യ കീഴടങ്ങിയെങ്കിലും കൂട്ടുപ്രതികളായ ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇപ്പോഴും ഒളിവിലാണ്. ഇന്ന് മഴ മുന്നറിയിപ്പ് 2 ജില്ലകളിൽ മാത്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 2 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അലർട്ട് ഉള്ളത്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതിനിടെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, മാഹി തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. ഉയർന്ന തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അർജുൻ രക്ഷാദൗത്യം. ഇന്ന് ഫ്ലോട്ടിംഗ് പെൻഡൂണുകൾ എത്തിക്കും. കർണാടകയിലെ ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്ന് 12ാം ദിനത്തിൽ. ഇന്ന് രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് പെൻഡൂണുകൾ എത്തിക്കും. നദിയിൽ പൊങ്ങി നിൽക്കുന്ന 10 ടൺ ഭാരം താങ്ങാൻ ശേഷിയുള്ള പെൻഡൂണുകളാണ് എത്തിക്കുന്നത്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഷിരൂരിലെ ഗംഗാവലി നദിയിൽ ഇറങ്ങാൻ അനുകൂല സാഹചര്യം ഇതുവരെയും ഒരുങ്ങിയിട്ടില്ല. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ഗംഗാവലി നദിയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടില്ല. അടിയൊഴുക്കും ശക്തമായി തുടരുകയാണ്. ഉച്ചത്തിൽ പാട്ട് വെച്ചു. അയൽവാസിയെ യുവാവ് വീട്ടിൽ കയറി വെട്ടി. പത്തനംതിട്ടയിൽ വീട്ടിൽ വെച്ച പാട്ടിന് ശബ്ദം കൂടിയെന്നാരോപിച്ച അയൽവാസിയെ വീട്ടിൽ കയറി ആക്രമിച്ച യുവാവ് പിടിയിൽ. ഇന്നലെ രാത്രി പത്തനംതിട്ട ഇളമണ്ണൂരിലാണ് സംഭവം നടന്നത്. ഇളമണ്ണൂർ സ്വദേശി സന്ദീപാണ് അറസ്റ്റിലായത്. കണ്ണൻ എന്നയാൾക്കാണ് വെട്ടേറ്റത്. കണ്ണന്റെ തലയ്ക്കും ചെവിക്കുമാണ് വെട്ടേറ്റത്. പ്രതി സന്ദീപിനെതിരെ വധശ്രമത്തിന് കേസെടുക്കുമെന്ന് അടൂർ പോലീസ് പറഞ്ഞു. കണ്ണന്റെ സുഹൃത്തും അയൽവാസിയുമാണ് സന്ദീപ്. കണ്ണന്റെ വീട്ടിൽ വെച്ച പാട്ടിന് ശബ്ദം കൂടിയത് ചോദ്യം ചെയ്തായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. കാർ തലകീഴായി മറിഞ്ഞ് അപകടം. നടൻ അർജുൻ അശോകൻ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. വാഹനാപകടത്തിൽ നടൻ അർജുൻ അശോകൻ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. നടന്മാരായ സംഗീത് പ്രതാപ്, മാത്യു തോമസ് എന്നിവർക്കും ബൈക്ക് യാത്രികരായ 2 പേർക്കുമാണ് പരിക്കേറ്റത്. സിനിമാ ചിത്രീകരണത്തിനിടെ ഇവർ സഞ്ചരിച്ച കാർ തലകീഴായി മറിയുകയായിരുന്നു. കൊച്ചി MG റോഡിൽ ഇന്ന് പുലർച്ചെ 1:30ഓടെയാണ് അപകടം സംഭവിച്ചത്. റൊമാൻസ് എന്ന സിനിമ ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു അപകടം. അർജുനും സംഘവും ഉണ്ടായിരുന്ന കാർ ഓടിച്ചിരുന്നത് സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്റർ ആണെന്നും വിവരമുണ്ട്. നിസ്സാര പരിക്കേറ്റ താരങ്ങൾ ആശുപത്രിയിൽ ചികിത്സ തേടി.